നമ്മുടെ മക്കളിൽ ഒരു ചെറിയ വ്യത്യാസം, അവരുടെ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, അവരുടെ വഴി തെറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ, അവരുടെ മുന്നോട്ടുള്ള വഴികളിൽ ചെറിയ ഇടർച്ചകൾ വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ സംസാരിക്കേണ്ട 3 വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 1, 2, 3 ഈ 3 പേർ ആരൊക്കെയെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ 3ാമത്തെ പേഴ്സണാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൽ ഫസ്റ്റ് പേഴ്സൺ ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മക്കളാണ്. നമ്മൾ എത്രയൊക്കെ തിരക്കുകൾ നമ്മൾ മാതാപിതാക്കൾക്കുണ്ടെങ്കിലും നമ്മുടെ മക്കളോടൊന്ന് സംസാരിക്കാൻ ഒരു ദിവസം ഒരു 15 to 30 മിനിറ്റ്സ് നമ്മൾ മാറ്റിവെക്കുക. അവരുടെ ഓരോ ദിവസത്തെയും അവരാരോടൊക്കെ ഇടപഴകുന്നു, അവരുടെ സ്കൂളിലെ സാഹചര്യങ്ങൾ എന്തൊക്കെ, അവരുടെ പഠനത്തിൻ്റെ മാർക്കുകൾ എങ്ങനെയൊക്കെ, അവരുടെ ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായൊരു ട്രാക്കിലാണോ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതിലെ പ്രോഗ്രസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുറന്ന് സംസാരിക്കുക. കുഞ്ഞുങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുക. പ്രത്യേകിച്ച് ഒരു 18 വയസ്സ് താഴെ അവർ മച്യൂരിറ്റിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളൊരു പ്രായത്തിൽ തീർച്ചയായും കുഞ്ഞുങ്ങൾക്കൂടി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റിവെക്കണം. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പിനെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ വഴിതെറ്റുന്ന സാഹചര്യങ്ങളുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് വലയത്തിൽ മോശമായ ആക്ടിവിറ്റീസ് ഉള്ള, മുൻപുണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, ആ വഴിയിലേക്ക് അവർ പോകുന്നുണ്ടോ, നമ്മുടെ മക്കളുടെ ഫ്രണ്ട്ഷിപ്പ് വലയത്തിലുള്ളവരുടെ സ്വഭാവം എന്താണ്, അവരേതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് എന്നൊന്ന് മോണിറ്റർ ചെയ്താൽ, അവരോടൊന്ന് സംസാരിച്ചാൽ തീർച്ചയായും നമ്മുടെ കുട്ടികളുടെ ട്രാക്കിനെ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിലൊക്കെ ഉപരി 1, 2 എന്നതിനേക്കാളുപരി തേർഡ് പേഴ്സൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ടീച്ചർ. ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവത്തിൽ, ക്യാരക്ടറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, അത് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, അവർ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളിലാവട്ടെ, അവർ നെഗറ്റീവായിട്ട് തിരിയുന്ന എന്ത് കാര്യങ്ങളെയും മോണിറ്റർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് അധ്യാപകർ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അത് സ്കൂളിൽ പഠിപ്പിക്കുന്നവരാവട്ടെ, ട്യൂഷൻ പഠിപ്പിക്കുന്നവരാവട്ടെ, കുഞ്ഞുങ്ങളെ മോണിറ്റർ ചെയ്യുന്ന അധ്യാപകരെ, ടീച്ച് ചെയ്യുന്ന അധ്യാപകരെ, ഗൈഡ് ചെയ്യുന്ന അധ്യാപകരെ ഒരു റെസ്പെക്റ്റോടുകൂടി കാണുകയും അവരുടെ ഒരിക്കലൊന്ന് തുറന്ന് സംസാരിക്കുകയും ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ട്രാക്കിൽ വഴി തെറ്റുന്നുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.